ഈ ഒരു പെയിൻ്റാണ് നമ്മൾ ഇൻ്റർലോക്കിൽ അടിക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പെയിൻ്റൊക്കെ നല്ല അടിപൊളി പെയിൻ്റാണെന്നുണ്ടെങ്കിലും ഇത് തുറന്നെടുക്കാനായിട്ട് കുറച്ചധികം പ്രയാസമാണ്. ഇതേപോലെയുള്ള സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് തിക്കിയിട്ടാണ് ഞാനിത് തുറന്നെടുത്തത്. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പെയിൻ്റൊക്കെ മിക്സ് ചെയ്ത് അടിക്കാനായിട്ട് തുടങ്ങാം. അങ്ങനെ ഞാൻ പെയിൻ്റൊക്കെ മിക്സ് ചെയ്ത് അടിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ബ്രഷ് കൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്നുള്ളത്. കാരണം ബ്രഷ് ഞാൻ മുമ്പേ പെയിൻ്റ് അടിക്കാനൊക്കെ യൂസ് ചെയ്തിട്ട് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി വേറെ ചെറിയൊരു ബ്രഷൊക്കെ എടുത്തുകൊണ്ടുവന്ന് പെയിൻ്റ് അടി തുടങ്ങി. പക്ഷേ പെയിൻ്റ് അടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്നുള്ളത്. കുറച്ച് നേരം ഞാൻ അടിച്ചു, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു, വീണ്ടും കുറച്ച് നേരം കൂടി അടിച്ചു, വീണ്ടും റെസ്റ്റ് എടുത്തു. അങ്ങനെ കുറേ പ്രാവശ്യം റെസ്റ്റ് എടുക്കലും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു കോട്ടല്ലേ അടിച്ചുള്ളൂ എന്നുള്ളത്. പക്ഷേ ഒരു കോട്ടല്ല കേട്ടോ, 2 കോട്ട് അടിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളറ്. ഫസ്റ്റത്തെ കോട്ട് അടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നെങ്കിലും രണ്ടാമത്തെ കോട്ട് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ എത്ര കഷ്ടപ്പെട്ട് പെയിൻ്റ് അടിക്കുന്നത് എന്നുള്ളത്. അതിനുള്ളൊരു ആൻസറാണ് ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ കോലം ഈ ഒരു രൂപത്തിലായിരുന്നു. നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടന്നപ്പോൾ സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും പെയിൻറ്റും എല്ലാം ആയിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ടായിരുന്നു. ഇത് കഴുകിയെടുത്താൽ ശരിയാവില്ലേ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു കോലാണിത്. നമ്മൾ ഉരച്ച് കഴുകിയൊക്കെ നോക്കി, പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പെയിൻ്റ് അടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം നമ്മുടെ ബാക്ക് യാർഡ് നല്ല വൃത്തിയായിട്ടുണ്ട്.